പറഞ്ഞതെല്ലാം ശരിയാണെന്നല്ലേ അർത്ഥം അല്ലേ? അല്ല, ഇത് ശരിയാണെന്നല്ലേ? അത് പറയാ ഇത് ശരിയാണെന്നല്ലേ? അല്ല അത് ശരി, അതങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടല്ലേ കാണുന്നത്? അല്ല അതും കൂടി പറയുന്നുണ്ടെങ്കിലേ നമുക്കത് കൂട്ടി വെക്കാലോ അങ്ങനെയാണെങ്കിൽ. അല്ല, അത് ഞാൻ പറയാലോ. എന്താ നിങ്ങൾ ബേജാറാകുന്നു? ഞാൻ പറയുന്നത്, ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ. എത്ര സമയമായി ഇപ്പൊ പറഞ്ഞു? 1 മണിക്കൂർ. 1 മണിക്കൂറോളം. അപ്പൊ ആ സമയം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യായി എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ ഇതിനും കൂടി മറുപടി ഏത് ചാനലാ? ഇപ്പൊ റിപ്പോർട്ടർ ചാനലാണ്. റിപ്പോർട്ടർ അല്ല, ഇപ്പൊ എല്ലാ ചാനലും ചിരിക്കുമല്ലോ, എന്തായാലും ചിരിക്കുമല്ലോ, എല്ലാരും പറഞ്ഞിരിക്കല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അതൊരു പ്രശ്നമാണ്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഈ SDRFന്റെ മാനദണ്ഡം അത് വളരെ ചുരുങ്ങിയ ഒന്നാണ്. അത് വെച്ചുകൊണ്ടുള്ള കണക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. പക്ഷേ അതിന് മാറ്റം വേണം. അതുകൊണ്ടാണ് സ്പെഷ്യൽ പാക്കേജ് വേണമെന്ന് പറയുന്നത്. നമ്മൾ ഈ രണ്ടും പറഞ്ഞു. ഇത് SDRF അനുസരിച്ച് ഇത്രയാണ്, നമ്മുടെ യഥാർത്ഥ നഷ്ടം ഇത്ര സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോൾ കണക്കാക്കിയത് ഇത്രയുണ്ട്, ഇനിയും വിശദമായി കണക്കാക്കാനിരിക്കുകയാണ്. അതോടൊപ്പം പുനർനിർമ്മാണം, അത് നേരത്തെ പറഞ്ഞു 2000 കോടിയിൽ പരം വരും, അതും പറഞ്ഞു. അപ്പോൾ ഈ തുകയെല്ലാം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ വെച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇതൊന്നും തള്ളുന്ന നില സ്വീകരിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഗൗരവമായി തന്നെ പരിഗണിക്കുന്ന നിലയാണുള്ളത്. അവർ അന്ന് പറഞ്ഞ കാര്യം പൂർണ്ണമായും ശരിയായിട്ടുള്ളതാണ്. ഞങ്ങളുടെ ടീം അവിടെയുണ്ട്, അവർ പരിശോധിക്കട്ടെ. പരിശോധിച്ചതിന് ശേഷം, വിലയിരുത്തിയതിന് ശേഷം ഞങ്ങൾ നടപടി സ്വീകരിക്കും. നമുക്ക് പ്രതീക്ഷിക്കാനല്ലേ പറ്റൂ. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അത് വൈകുന്നു. ആ വൈകുന്ന കാര്യവും ഒരു മാധ്യമവും പറയുന്നില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.